ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു നമ്മുടെ പ്രധാനപ്പെട്ട നമ്മളെ ബാങ്കായ എസ് ബി ഐ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ നമുക്ക് ഓൺലൈൻ വഴി സ്വന്തമാക്കാം എന്നതാണ്. അപ്പോൾ അത് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് അറിയുന്നവർക്ക് ഇത് വളരെ സിമ്പിളാണ്. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ, അതേപോലെ നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ, അങ്ങനെ ഓൺലൈനിൽ ട്രാൻസാക്ഷനുകളൊക്കെ നടത്തുമ്പോൾ നമുക്ക് വളരെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ക്രെഡിറ്റ് കാർഡ്. അതുപോലെ നമ്മൾ കറണ്ട് ബില്ല് അടക്കാൻ, അങ്ങനെ ഓൺലൈനായിട്ടുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും നല്ല ലാഭം നമുക്ക് എടുക്കാൻ പറ്റും. ഈ ക്രെഡിറ്റ് കാർഡ് വഴി നല്ല ലാഭം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് സ്വന്തമാക്കാം, അതും ഓൺലൈൻ വഴി, അതും നമ്മുടെ SBIൻ്റെ, അതേപോലെ യെസ് ബാങ്കിൻ്റെ, അതേപോലെ ഈ രണ്ട് ബാങ്കിൻ്റെ ഈ ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈൻ വഴി സ്വന്തമാക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ക്രെഡിറ്റ് കാർഡുകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഡിസ്ക്രിപ്ഷനിൽ ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് യെസ് ബാങ്ക് എന്ന് പറയുന്ന യെസ് ബാങ്ക് നല്ല അടിപൊളി ബാങ്കാണ്. ആ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ നമുക്ക് എടുക്കാം എന്നാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വളരെ സിമ്പിളാണ്. അത് ഓൺലൈൻ വഴി നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 750 സിവിൽ സ്കോറാണ്. 750. അതുപോലെ സാലറി മിനിമം 25K വേണം. 25K സാലറി അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ വന്നിരിക്കണം മന്ത്ലി. അപ്പോൾ പിന്നെ ഇത് യൂസർ ഫിൽ ഡീറ്റെയിൽസ്, പാൻ കാർഡ് വേണം. പിന്നെ ഫോൺ നമ്പർ, നമ്മുടെ നെയിം കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഇത് നമുക്ക് കിട്ടുമോ എന്നുള്ള എലിജിബിൾ ആണോ എന്ന് നോക്കുക. പിന്നെ യൂസർ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ്, ശേഷം യൂസർ സക്സസ്ഫുള്ളി അപ്ലൈഡ് ഫോർ ക്രെഡിറ്റ് കാർഡ്. പിന്നെ ലാസ്റ്റ് സമയം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഈ യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് ഇത്രയും ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് നമ്മുടെ എസ് ബി ഐ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ SBIൻ്റെ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ നമ്മൾ ഇതിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 23 വയസ്സായിരിക്കണം. തീർച്ചയായും നമുക്ക് 23 വയസ്സുണ്ടായിരിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ 30K നമ്മുടെ അക്കൗണ്ടിൽ എല്ലാ മാസവും വന്നിരിക്കണം. പിന്നെ എല്ലാ മാസം ഉണ്ടായിരിക്കണം എന്നല്ല, വന്നു പോവുക, അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ, അങ്ങനെ ഒരു ഇത് നടക്കണം. പിന്നെ സിവിൽ സ്കോർ വെറും 730 മതി കേട്ടോ. പിന്നെ ഗെറ്റ് SBI ബാങ്ക് ക്രെഡിറ്റ് കാർഡ് വിത്ത് നോ ജോയിൻ ഫീസ് ഒന്നും വേണ്ട ഈ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഐപ്ലി ഓൺലൈൻ ക്രെഡിറ്റ് കാർഡാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണോയെന്ന് വെച്ചാൽ കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, പിന്നെ ഇവിടെ പിന്നെ കൊച്ചി, കോയമ്പത്തൂർ, ചെന്നൈ, ഹൈദരാബാദ്, വിശാഖപട്ടണം, ബാംഗ്ലൂർ, പിന്നെ നമ്മൾ തിരുവനന്തപുരം, പിന്നെ അങ്ങനെ കുറച്ച് ഡിസ്ട്രിക്റ്റുകളും സ്റ്റേറ്റുകളിൽ മാത്രമാണ് ഇതുള്ളത്. ഇത് അവർ ടാർഗറ്റായി വെച്ചിട്ടുള്ളത്. ഓക്കെ, അല്ലാത്ത സിറ്റിയുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, കിട്ടും. ഇനി നമ്മൾ ക്രെഡിറ്റ് കാർഡ് SBIൻ്റെ തന്നെ വേറൊരു ക്രെഡിറ്റ് കാർഡ് നോക്കാം. ഇതും അതേപോലെ തന്നെയാണ്. 23 വയസ്സായിരിക്കണം, 30K ഇൻകം ഷോൾഡ് ബി 30K, അതേപോലെ 730 സിവിൽ മതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ സാലറിഡ് കാറ്റഗറി ABC, പിന്നെ ഫ്ലെക്സിബിൾ റിവാർഡ് പ്ലാൻസ് ഓൺ SBI ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. പിന്നെ ഗെറ്റ് SBI ക്രെഡിറ്റ് കാർഡ് വിത്ത് നോ ജോയിൻ ഫീസ് ഇതിനുമില്ല കേട്ടോ. പിന്നെ ഇതിൽ കോയമ്പത്തൂർ, കൊച്ചി, കൊൽക്കട്ട, തൃശ്ശൂർ, എറണാകുളം, പിന്നെ നമ്മൾ നമ്മുടെ തിരുവനന്തപുരം,
അങ്ങനെ കുറച്ച് ഡിസ്ട്രിക്റ്റുകൾ കേരളത്തിലുള്ള കേട്ടോ. പിന്നെ ഈ കാണുന്ന ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റിലും മൈസൂര്, ഹുബ്ലി, പട്ന, മീറ്റ് അങ്ങനെ എല്ലായിടത്തും ഇത് സംഭവം അവൈലബിളാണ്. നമ്മുടെ നാട്ടിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ക്രെഡിറ്റ് കാർഡാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് അവിടുന്ന് അതിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്, നിങ്ങൾക്ക് എലിജിബിൾ ആണോ അല്ലേ എന്നൊക്കെ. പിന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൈസ ഇന്ന് ക്രെഡിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ, ഡെബിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ പറയുന്ന ഡേറ്റിന് മുമ്പ് തന്നെ നമ്മളത് തിരിച്ച് അടക്കുക. അത് തിരിച്ചടക്കുമ്പോൾ നമുക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ലാഭങ്ങളുണ്ട്, റിവാർഡുകളുണ്ട്. പിന്നെ നഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ നഷ്ടങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.